ഹായ് ഡിയർ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഴംപൊരിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നമ്മൾ ഈ പഴംപൊരി നമ്മൾ സാധാരണ മൈദയിലൊക്കെയാണ് റെഡിയാക്കി എടുക്കൽ. അപ്പം നമ്മളുടെ ഈ പഴംപൊരിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അരിപ്പൊടി വെച്ചിട്ടാണ് നമ്മൾ ഈ പഴംപൊരി റെഡിയാക്കി എടുക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള, നല്ല പഞ്ഞി പോലത്തെ പഴംപൊരിയാണ് ഇന്ന് നമ്മളിവിടെ അരിപ്പൊടി വെച്ചിട്ട് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ അരിപ്പൊടിയിലേക്ക് ഒരു പ്രത്യേക ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഈ റെസിപ്പി ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ സിമ്പിളായി തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലേക്ക് ഞാൻ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പഴംപൊരിയിലേക്ക് നമ്മൾ മൈദ ചേർക്കുന്നില്ല, അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മുട്ട അതുപോലെ പൊട്ടിച്ച് കണ്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു മുട്ട മാത്രം എടുത്താൽ മതി. നമ്മൾ അരിപ്പൊടി എടുക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് മുട്ട കൂടുതൽ എടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 സ്പൂണ് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ആ മുട്ടയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി പഞ്ചസാര ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇത് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ നല്ലതുപോലെ തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ആ മുട്ടയൊക്കെ നമുക്കിതിൽ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള, നമ്മൾ ഇതുപോലെ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു 3 സ്പൂണ് ചോറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ചോറും കൂടെ അരച്ചിട്ട് നമ്മുടെ ഈ പഴംപൊരിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഴംപൊരി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ചോറ് നല്ലതുപോലെ തന്നെ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മറ്റേ അരിപ്പൊടിയുടെ മിക്സിയിലേക്ക് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ചോറ് അരച്ച് വെച്ചതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് നമ്മളെ ചോറ് അരച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി സ്പൂണ് വെച്ചിട്ട് ഇതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ചോറ് ഇതുപോലെ നല്ലതുപോലെ തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഒരുപാട് വെള്ളം ഒരുമിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കരുത്. അപ്പോൾ നമ്മുടെ ബാറ്റർ നല്ല ലൂസായിട്ട് പോകും. അപ്പം നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പഴംപൊരി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കഴിയൂല. അപ്പം നമ്മളെപ്പോഴും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതങ്ങോട്ട് നല്ലതുപോലെ തന്നെ നമ്മുടെ ആ ദോശ ബാറ്ററിൻ്റെ പോലെയൊക്കെ അത്ര തിക്നെസ്സിൽ നമുക്ക് നമ്മുടെ ബാറ്റർ അങ്ങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ബാറ്ററൊക്കെ ഇപ്പോൾ ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒരു തിക്ക് ബാറ്റർ ആക്കിയിട്ട് റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കൂടി പോകാതെ ശ്രദ്ധിക്കണം. അത് നമ്മൾ എന്തായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പം നമ്മുടെ ബാറ്റർ നമ്മൾ ഇതുപോലെ ഒക്കെ മിക്സ് ചെയ്തെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 സ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കത് വീണ്ടും നല്ലതുപോലെ തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പൊക്കെ കുറച്ച് ചേർത്താൽ മതി, നമ്മൾ കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി നമുക്കത് നല്ലതുപോലെ തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നല്ല തിക്കായിട്ടുള്ള ബാറ്ററാണെന്ന് തോന്നുമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് അയച്ചെടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ പഴംപൊരിക്കുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പഴംപൊരിക്കുള്ള പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയ പഴമാണ് ഉള്ളത്, നേന്ത്രപ്പഴം തന്നെയാണ്, പക്ഷേ വലിപ്പം ചെറുതാണെന്ന് മാത്രം. അപ്പം നമുക്ക് ഇതുപോലെ തൊലിയൊക്കെ അങ്ങ് കളഞ്ഞെടുത്തിട്ട് ഇതുപോലെ 2 സൈഡ് അങ്ങ് കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. പഴമൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ കട്ട് ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഞാനിതുപോലെ അതിൻ്റെ 2 തലഭാഗവും കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ലതുപോലെ പഴുത്തിട്ടുള്ള പഴമാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് കട്ടിക്ക് തന്നെയാണ് പഴം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പഴം അങ്ങ് കട്ട് ചെയ്തെടുക്കാം. ബാക്കിയുള്ളതും കൂടെ നമുക്കിതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം.
പഴം നമ്മൾ മുഴുവനായിട്ടും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്യാസിൽ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മുടെ ഈ ബാറ്ററിൽ മുക്കിയിട്ട് ഓരോ പഴത്തിൻ്റെ പീസ് എടുത്തിട്ട് ഈ ബാറ്ററിൽ ഇതുപോലെ അങ്ങ് മുക്കിയിട്ട് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് നമുക്ക് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിതുപോലെ മൈദയിലല്ലാതെ അരിപ്പൊടി വെച്ചിട്ട് തന്നെ നമ്മുടെ പഴംപൊരി റെഡിയാക്കി എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പഴംപൊരി തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് റെഡിയാക്കി നോക്കണം. അപ്പോൾ മൈദ ഇഷ്ടപ്പെടാത്തവർക്ക് ഇതുപോലെ അരിപ്പൊടി വെച്ചിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പഴംപൊരിനെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പഴം അതുപോലെ നമ്മുടെ ബാറ്ററിൽ മുക്കിയിട്ട് നമുക്കിതുപോലെ എണ്ണയിലിട്ടിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 3 എണ്ണമാണ് ഫസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിത് തീ ഒരു മീഡിയത്തിലിട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ പഴംപൊരി അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പഴംപൊരി ഇവിടെ പാകത്തിനുള്ള വേവൊക്കെ ആയി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് നമ്മുടെ ബാക്കിയുള്ള പഴവും കൂടെ ഇതുപോലെ ബാറ്ററിൽ മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നമുക്കങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുള്ള പഴംപൊരി ഇവിടെ സൂപ്പറായിട്ട് തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ട്രിപ്പും കൂടെ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ബാക്കിയുള്ളതും കൂടെ അതുപോലെ അങ്ങ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ പഴംപൊരി റെഡിയാക്കി എടുക്കാൻ സിമ്പിളാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതും തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ തന്നെ അങ്ങ് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ പഴംപൊരി ഫുള്ളായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നമുക്ക് ഇത്രയും പഴംപൊരി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കണ്ടില്ലേ, നല്ല നമ്മൾ മൈദ ചേർത്തിട്ടില്ലെങ്കിലും അരിപ്പൊടി വെച്ചിട്ടാണെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പഴംപൊരി തന്നെയാണ്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.